ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മീൻ കറിയാണ് കേട്ടോ. ഇതാ വേളാപ്പാര മീൻ, വേളാപ്പാര എന്നാണ് ഇതിന് നമ്മൾ മേടിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത്. കണ്ടില്ലേ, ഇതിൻ്റെ ബാക്കെല്ലാം ഇതാ കണ്ട, ഇതിൻ്റെ ബാക്കെല്ലാം ഭയങ്കര ഷാർപ്പാണ്. ഇങ്ങനെ മുറിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മുറിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ച് മുറിച്ചേക്കണേ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കളയണം കേട്ടോ. തൊലിയെല്ലാം ഭയങ്കര കട്ടിയാണ്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്കൊന്ന് മുറിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മീനെല്ലാം മുറിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ മീൻ കറി വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് മീൻ കറി വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത്. നമുക്ക് സവാള വേണമെങ്കിൽ സവാള പിന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു ബൗളിന് ഒരു 3/4 ബൗള് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര എടുക്കണമെന്നില്ല, ഏകദേശം ഒരു 10-20 ചെറിയ ഉള്ളി എടുത്താൽ മതി. പക്ഷേ എനിക്ക് ഈ ചെറിയ ഉള്ളി കൂടുതൽ ഇടുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. പിന്നെ നമ്മൾ സവാള കൂടുതൽ ഉപയോഗിക്കുന്ന പോലെ മധുരമൊന്നും ഉണ്ടാവില്ല. ചെറിയ ഉള്ളി ഇത്ര എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. അതുപോലെ തന്നെ 3 പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, 2 വെളുത്തുള്ളി അല്ലി. അപ്പോൾ ഇത് വലുതായത് കൊണ്ടാണ് പിന്നെ 2 എണ്ണം എടുത്തത്. പിന്നെ ചെറുതാണെങ്കിൽ ഒരു 4-5 എണ്ണം എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടുന്നതാണ് പുളി. ഇതാ പുളി ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മീൻ കറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ. പിന്നെ പൊടികളൊക്കെ ഞാൻ ഇടുന്ന വഴിക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ചട്ടി ചൂടായ വെച്ചതും വെളിച്ചെണ്ണ ഒഴിക്കുന്നതും ഇതാ ഈ ഉള്ളിയിലിട്ടത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മിസ്സായി പോയി. അപ്പോൾ നമ്മൾക്ക് ഈ ഉള്ളി ഒന്ന് ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചതും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ എല്ലാം വെളുത്തുള്ളി അല്ലി എല്ലാം നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളി നീളത്തിലാണ് മുറിച്ചെടുത്തത്, അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വെന്ത് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയെല്ലാം നന്നായി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ കാശ്മീരി മുളക് പൊടി ഇടുന്നത്, ചുവന്ന മുളക് പൊടി, അത് 3 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എരിവുള്ള മുളക് പൊടി പിന്നെ ആവശ്യമുള്ളവർക്ക് അതുകൂടെ ഇതിൽ നിറച്ച് ഇട്ട് കൊടുക്കണ്ട, ഇതിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ പച്ചമണമൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തത്. തീ കൂട്ടി വെക്കരുത്, അപ്പോൾ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇനി നമ്മൾക്ക് പുളി പിഴിഞ്ഞ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് എത്രയാണ് ചാറ് വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു മഗ്ഗിന് ഒരു മഗ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ തക്കാളി വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നോക്കിയിട്ട് വേണം പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതെല്ലാം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തീ കൂട്ടി വെച്ചിട്ട്
അപ്പോൾ ഇതാ മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ഉപ്പൊന്ന് നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 മീനാണ് എടുത്തത്. അപ്പോൾ ബാക്കി 2 എണ്ണം ഒന്ന് പൊരിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതാ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഗ്രേവി അതിൻ്റെ മേലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ആ ഗ്രേവിയിലോട്ട് ഒന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഗ്രേവിയിലേക്ക് ഒന്ന് താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഏറ്റവും ആദ്യം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ജസ്റ്റ് ഇതുപോലത്തെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ആക്കി അതിൻ്റെ ഗ്രേവി മുകളിലേക്കെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉപ്പും പുളിയെല്ലാം പാകത്തിനുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഈ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറി നല്ല തിളച്ച് എല്ലാം നല്ല കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പുളിയും എരിവും എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. കൂടുതലും ഇല്ല അധികവും ഇല്ല, അതുപോലെ നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നമ്മൾക്ക് 10 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ മീൻകറി റെഡിയായതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം, തുറന്ന് നോക്കാം. ആയി, കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതാ നന്നായിട്ട് കുറേ സമയം കൂടെ ഇരുന്നത് കൊണ്ട് ആ ചട്ടിക്ക് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റാണ് മക്കളെ ഈ കറി. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലൊരു മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ആ ഒരു ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യാനും മറന്നേക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.